ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കാടമുട്ട മസാല ഉണ്ടാക്കാം. ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കാടമുട്ട നമുക്ക് വേവിച്ചെടുക്കാം. അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കാടമുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ അതെന്തായാലും അതിലിരുന്നിട്ട് വേവട്ടെ. സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേറെ മസാലകൾ നമ്മൾ യൂഷ്വലി കാണുന്ന വെറും മഞ്ഞപ്പൊടി മുളകും പൊടി അങ്ങനെ മാത്രം ഇട്ടിട്ടല്ലാണ്ട് കുറച്ച് സബോള ഇതൊക്കെ ചേർത്തിട്ടുള്ളൊരു വേറെ തരം റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിൻ്റെ കമൻറ്റ് ചെയ്യുക. മുട്ട പൊഴിക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ തോല് പൊളിക്കാം. എന്നിട്ടാ കാടമുട്ട പൊളിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം. ആദ്യം ഒരു ഗ്ലാസ്സോ ഇങ്ങനത്തെ ഒരു കപ്പ് കൊടുക്കുന്നുണ്ട്. അതിൽ കാടമുട്ട ഇട്ടിട്ട് ഞാൻ ഷേക്ക് ചെയ്യാം. നോക്കി എളുപ്പത്തിൽ പൊളിച്ചെടുക്കാം. ഇതേപോലെ തന്നെ കോഴിമുട്ട ഒക്കെ നമുക്ക് പൊളിച്ചെടുക്കാം. കാരണം വളരെ സുഖമായിട്ട് കിട്ടും. ഈ കാടമുട്ട പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ ചെയ്ത് നോക്കും, എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഗൈസ്, എല്ലാ മുട്ടയും ഞാൻ ഈ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി എന്തായാലും ചട്ടി നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് സവാള ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഉള്ളി വാടി കിട്ടും. ഇതൊക്കെ എനിക്ക് അറിയാനല്ലേ. എന്നാലും ഉള്ളി നന്നായിട്ട് വാടട്ടെ. ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെ സവാള എന്ന് പറയാം. സവാള അങ്ങനെ വെല്ലുള്ളി അങ്ങനെ പലതും പറയും. അപ്പോൾ എന്ത് ഇത്ര ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇത്ര എമൗണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേഗം തന്നെ അതിൽ കരിഞ്ഞു പോകും. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാലയാണ്. നിങ്ങൾ ഗരം മസാല വെച്ച് യൂസ് ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ സുഖമായിട്ട് വേഗം എടുത്തിടാലോ. ഇനി അതിലേക്ക് നമ്മൾ കാടമുട്ട ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു ഇതിന് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. എരിവും കാര്യങ്ങളും ഉപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ കൂട്ടി കുറക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, കുറച്ച് എരിവ് കുറവാണ്. കാശ്മീരി മുളക് പൊടി അല്ലാത്ത കാരണം നമുക്ക് ആ ഒരു കളർ കിട്ടില്ല. എന്തായാലും നമ്മുടെ കാടമുട്ട സ്പെഷ്യൽ മസാല ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആ പാത്രം തന്നു പോനാ, പാത്രം തന്നു. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടിരിക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചൂടുള്ള കട്ട ചായയും ഇതും കൂടിയിട്ട് സൂപ്പർ കോമ്പിനേഷൻ ആവും. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ.